സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഈ റവ കൊണ്ട് സൂചി അറിയാലോ, ആ റവ കൊണ്ടുള്ള ഒരു മേതുവട അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഒരു വടയാണ് ഞാൻ ഉണ്ടാക്കുക. അത് നമുക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ ഉഴുന്നുവട കഴിച്ചിട്ടുണ്ട്, പരിപ്പ് വട കഴിച്ചിട്ടുണ്ട്, ചെറുപയർ വട കഴിച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഇതിനും ടേസ്റ്റ് ഉണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കുക. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗസ്റ്റ് വന്നാലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് റവ ഇതിലിട്ട് ഇതിലിനി 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ്സിന് സെയിം വെള്ള ഗ്ലാസ് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളത്തില്ല. മൂന്ന് ഗ്ലാസ് വെള്ളം. ഇനി ഇതിൽ ഉപ്പിടണം. ഉപ്പിടിക്കട്ടെ. കുറച്ച് വടയിൽ ഉപ്പ് വേണ്ടേ. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടു. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം. എന്താ വെച്ചാൽ വട നല്ല ഭംഗിയായിട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾ ഇട്ടുള്ളൂ. നല്ല രസമുണ്ടാവും. തീ കത്തിക്കണം. അടുപ്പിൽ തീ കത്തിക്കട്ടെ കേട്ടോ. ഇളക്കാം. ഉപ്പിട്ടു. ഇനി നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ. റവയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. നല്ല പോലെ കുറുകി തുടങ്ങി കേട്ടോ. ഇത് നല്ല കട്ടയാകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് അതിൽ ഈ ഇൻഗ്രീഡിയൻസ് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കായം, കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ. കുറച്ച് ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, മല്ലിയുടെ ഇലയൊക്കെ ഇട്ടു. കുറച്ചേടെ ഉണ്ടോ കേട്ടോ, അധികമൊന്നും ഇടണ്ട. കുറച്ചിട്ടു. ഇനി അതിൽ കുറച്ച് കുരുമുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കരിവേപ്പില പൊടിച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഒരു നുള്ള കായം, ഒരു ലേശം കായം ഇടണം. എന്താ വെച്ചാൽ ഇതിനൊക്കെ ഗ്യാസ് ഉള്ളത് കാരണം കൊണ്ടാണ്. ഇനി ഇത് കുഴക്കണം. ഇത് മിക്സ് ചെയ്ത് കുഴിക്കണം. ഇതിൽ കുറച്ച് എണ്ണ ചേർക്കണം. കുറച്ച് എണ്ണ ചേർക്കണം. എന്താ കാരണം വെച്ചാൽ ഇത് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് അത്ര ഇടാം. ഏതായാലും ഇത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഞാൻ എല്ലാം ഇട്ടില്ല കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയ വട കാണാം. കൊച്ചു കൊച്ചു വട, ചെറിയ ചെറിയ വടകളുണ്ടാക്കാം. നല്ല ഭംഗിയുള്ള വടകൾ. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. എണ്ണ ഏത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ നിങ്ങൾ നെയ്യോ എന്താ വേണ്ടേ ചെയ്യുന്നത് ഒഴിച്ചോ. ഞാൻ വിളിച്ചെണ്ണ ഒഴിക്കും. സൺഫ്ലവർ ഓയിൽ മതി കേട്ടോ. യാതൊരു രോഗമില്ല. ഈ വക സാധനങ്ങൾക്കൊക്കെ നല്ലത് സൺഫ്ലവർ ഓയിലാണ്. ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നു. എണ്ണ ചൂടാവും. ഇനി നമുക്ക് വടകൾ ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട്. അവിടെ ഇഷ്ടം ഇതാ നോക്കൂ. മേതുവട ഉണ്ടാക്കി. എന്താ ക്രിസ്പ് നോക്കൂ. എന്താ രസം. നല്ല സ്വാദ്, നല്ല ചെറുത്, നല്ലത്, നല്ല ടേസ്റ്റ്. ഞങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. നമുക്ക് ശബ്ദം കേൾക്കണുണ്ട്. ഭയങ്കര സ്വാദ്. എണ്ണ അധികം ചിലവില്ല. എല്ലാവരും നോക്കൂ. വളരെ ഈസിയാണ് റവ കൊണ്ടുള്ള വട. അതിൽ കുറച്ച് കായ ഇടണം. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മാവ് ബാക്കി വന്നാലും അങ്ങനെ ചെയ്തോളൂ. വടയുണ്ടാക്കി എല്ലാവർക്കും കഴിക്കാം. എണ്ണ അധികം കുടിക്കുന്നില്ല. ചായക്ക് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വലിയവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആണ് എൻ്റെ റിക്വസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.